നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പാകിസ്ഥാനെ ഇന്ത്യ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞാൽ പോരാ. ഗ്രൗണ്ടിൽ വെച്ച് സൂര്യകുമാർ യാദവ് അവരെ നാണം കെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഹാർദിക്കും ബുംറയും പന്തെറിഞ്ഞ് പാകിസ്ഥാനെ വിറപ്പിച്ചത് പോരാഞ്ഞ് ഒടുവിൽ റിങ്കു സിംഗിനെയും തിലക് വർമ്മയെയും കൊണ്ടുവരെ പന്തെറിയിച്ച് സൂര്യകുമാർ പാക് ടീമിനെ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ മുൻ താരം ബാസിത് അലി പൊട്ടിത്തെറിക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റിന് ഇത്രയേ വിലയുള്ളൂ എന്നാണോ സൂര്യകുമാർ കാണിച്ചുകൊടുത്തത്? ആവേശകരമായ ആ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക്. മത്സരത്തിനിടെ പാർട്ട് ടൈം ബൌളർമാരായ തിലക് വർമ്മയെയും റിങ്കു സിംഗിനെയും പരീക്ഷിച്ച സൂര്യകുമാർ യാദവിന്റെ നടപടി പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണെന്നും ബാസിത് അലി തുറന്നടിച്ചു. ഞായറാഴ്ച നടന്ന ആവേശ പോരാട്ടത്തില് 61 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തത്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 114 റൺസിന് പുറത്താവുകയായിരുന്നു. ഇതിനു പിന്നാലെ യൂട്യൂബ് ചാനലിലെ ചർച്ചയ്ക്കിടെയാണ് ബാസിത് അലി പാക് ടീമിനെതിരെ പൊട്ടിത്തെറിച്ചത്. തിലക് വർമ്മയെയും റിങ്കു സിംഗിനെയും കൊണ്ട് ബൌള് ചെയ്യിപ്പിച്ചതിലൂടെ സൂര്യകുമാർ യാദവ് പാകിസ്ഥാന്റെ മുഖത്തടിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ ക്രിക്കറ്റിന് ഇത്ര വിലയേ ഉള്ളൂ എന്നതിന്റെ സൂചനയാണിത്. ഹാർദിക് പാണ്ഡ്യയോ ജസ്പ്രീത് ബുംറയോ കുൽദീപ് യാദവോ വിക്കറ്റ് വീഴ്ത്തുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പാർട്ട് ടൈം ബൌളർമാരെ നേരിടാൻ പോലും പാക് ബാറ്റർമാർക്ക് സാധിച്ചില്ല എന്നത് വലിയ നാണക്കേടാണെന്നും ബാസിത് അലി പറഞ്ഞു. പാകിസ്ഥാൻ ബാറ്റിംഗ് തകർച്ച നേരിടുമ്പോൾ 13ാം ഓവറിലാണ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മയെ പന്തെറിയാന് വിളിച്ചത്. തന്റെ ആദ്യ പന്തില് തന്നെ ഷതാബ് ഖാനെ പുറത്താക്കി തിലക് ലോകകപ്പിലെ ബൌളിംഗ് അരങ്ങേറ്റത്തില് വിക്കറ്റെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിട്ടിരുന്നു. തിലകിന് പിന്നാലെ റിങ്കു സിംഗിനെയും സൂര്യ പരീക്ഷിച്ചു. എന്നാൽ റിങ്കുവിന്റെ ഓവറിൽ പോലും 9 റൺസ് മാത്രമാണ് പാകിസ്ഥാന് നേടാനായത്. അപ്പോ ശരിക്കും സൂര്യകുമാർ യാദവ് ചെയ്തത് പാകിസ്ഥാനെ മനഃപൂർവ്വം അപമാനിക്കാനാണോ, അതോ നമ്മുടെ യുവതാരങ്ങൾക്ക് ഒരു അവസരം കൊടുത്തതാണോ? ബാസിത് അലിയുടെ ഈ പ്രതികരണത്തോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്ന് മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ചൂടുള്ള ക്രിക്കറ്റ് വിശേഷങ്ങളും ഇൻസൈഡ് സ്റ്റോറികളും ഒട്ടും വൈകാതെ അറിയാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വലിയ കരുത്താണ്. അപ്പോൾ ഇതുപോലൊരു കിടിലൻ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.